ബാങ്കിങ് ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ പേർക്കെങ്കിലും അറിയാം, ഒരുപാട് പേരുടെ ഡ്രീം ജോബാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ ഒത്തിരി ആൾക്കാർ ബാങ്കിങ് ജോലിയുടെ ഓപ്പർച്യൂണിറ്റീസ് അറിയുന്നില്ല. ഇപ്പൊ ബാങ്കിങ് ജോലിയിൽ കിട്ടുന്ന അലവൻസ് ഒന്നും ബാക്കി എവിടെയെങ്കിലും, എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയാവുന്നത് കാരണം പറയുന്നതാണ്, ബാങ്കിങ് ജോലിയുടെ അലവൻസും മറ്റു കാര്യങ്ങളൊന്നും മറ്റെവിടെയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അമ്മാതിരി അലവൻസും സാലറി ഹൈക്കും ഒക്കെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു ബാങ്കിലാണ് ജോലി കിട്ടുന്നെങ്കിൽ, അതും ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലൊക്കെയാണ് ജോലി കിട്ടുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. അപ്പൊ നിങ്ങൾ പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടിട്ട് ജോയിൻ ചെയ്യണം താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഒന്ന് എൻക്വയറി ഒക്കെ നടത്തി നോക്കുക കേട്ടോ. അപ്പൊ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. ഈ ജോലിയുടെ പ്രത്യേകത, നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഒരു കോഴ്സ് എങ്ങനെയാണ്, ഒരു കോഴ്സ് എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് കോഴ്സ് കംപ്ലീറ്റ് ആയി എക്സാം എഴുതി ജോലി കിട്ടുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. നിങ്ങൾ കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഏകദേശം നിങ്ങളെ സെറ്റ് ആകും, എന്നിട്ട് നിങ്ങൾ കോഴ്സ് കഴിയുമ്പോഴേക്കും ജോലിയും കിട്ടും. ആ ഒരു രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം വരുന്നത് കേട്ടോ. അപ്പൊ അതിനുവേണ്ടി വേറൊരു സ്ക്രീനും കൂടിയിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പൊ ആക്സിസ് ബാങ്കിന്റെ ആണ് പ്രയോറിറ്റി ബാങ്കിങ് പ്രോഗ്രാം ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ഈ ഒരു ക്ഷണം കിട്ടിയിരിക്കുന്നത്. ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ്. അപ്പൊ ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയുമ്പോൾ നല്ലൊരു പോസ്റ്റ് ആണ്. ഒരു ജോലിയിൽ കയറുമ്പോൾ തന്നെ വലിയൊരു പോസ്റ്റിൽ കയറുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരുന്നു, അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഈ പ്രോഗ്രാം ഇങ്ങനെയാണ്, ഏൺ വൈൽ യു ലേൺ എന്നാണ്. അതായത് എന്തായിരുന്നു, നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ, സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോഴ്സ് എടുത്ത് ഇങ്ങനെ പഠിക്കുന്ന, കോഴ്സ് എടുത്ത് പഠിക്കുന്നു, പഠിച്ചു കഴിഞ്ഞാല് അതിന് സാലറി കിട്ടുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്തായിരുന്നു, പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു പരിപാടിയാണ്. പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കയ്യിൽ പൈസ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. റിക്കവർ യുവർ ഇൻവെസ്റ്റ്മെന്റ് ത്രൂ സ്റ്റൈപ്പൻഡ് ആൻഡ് സാലറി. അപ്പോൾ സ്റ്റൈപ്പൻഡും അതുപോലെ തന്നെ സാലറിയും വഴി നിങ്ങൾ എത്രയാണോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അത് നല്ലൊരു പ്രോഗ്രാം ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 6.3 lakh per annum ആണ്. 6.3 lakh per annum. അതായത് നിങ്ങൾക്ക് ഒരു മന്ത് കയ്യിൽ കിട്ടുന്നത് 50K പ്ലസ് ആണ് നിങ്ങളുടെ കയ്യിൽ ആദ്യം തന്നെ കിട്ടുന്നത്. അതായത് 6.3 lakh per annum ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് സാലറി. നമുക്കറിയാം എപ്പോഴും സ്റ്റാർട്ടിംഗ് സാലറി കുറവായിരിക്കും, അത് കഴിഞ്ഞിട്ടാണ് കൂടുതൽ. പ്രത്യേകിച്ച് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു സെക്ടറിലേക്ക് സാലറി ഒക്കെ കൂടുതലായിരിക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് സാലറി 6.3 lakh എന്ന് പറയുമ്പോൾ വലിയ അത്ഭുതപ്പെടാനുള്ള കാര്യമല്ല. പിന്നെ നമ്മുടെ എന്താ പറയാ, ആക്സിസ് ബാങ്ക് ആണ് ഇതിന്റെ ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു ബാങ്കാണ് ആക്സിസ് ബാങ്ക്. നമ്മുടെ വീട്ടിനടുത്തൊക്കെ കാണാൻ പറ്റുന്ന ഒരു ബാങ്ക് തന്നെയാണ് ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബാങ്കിലാണ് നിങ്ങൾക്ക് എന്തായിരുന്നു ജോബ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഫ്രം യൂണിവേഴ്സിറ്റി എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ കൂടുതലായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ പ്രോഗ്രാമിനെ കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ ആക്സിസ് ബാങ്കിന്റെ ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മളായിട്ട് കൊലാബറേഷൻ ചെയ്തിരിക്കുകയാണ്. കരിയർ 24/7. ഓക്കെ, അത് കൊലാബ് ചെയ്തിരിക്കുകയാണ്. കരിയർ 24/7 കൊലാബ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കരിയർ 24/7 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഡ തന്നെയാണ് അഡയുടെ ഒരു എഡ്യൂക്കേഷൻ കമ്പനി. അഡ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ കമ്പനി തന്നെയാണ് കരിയർ 24/7 എന്ന് പറയുന്നത്. അപ്പോ ഇത് നമുക്കറിയാം ഓൺലൈൻ അതുപോലെ തന്നെ ക്യാമ്പസ് ഇന്റേൺഷിപ്പ്, ജോബ് ഓറിയന്റഡ് ട്രെയിനിങ് ഒക്കെ നമ്മളിവിടെ പ്രത്യേകിച്ച് ബാങ്കിങ് പ്രൊഫഷനിലൊക്കെ കൊടുക്കാൻ നമ്മൾ റെഡിയാണ്. അപ്പൊ നമ്മൾ ആക്സിസ് ബാങ്ക് ആയിട്ടാണ് കൊളാബ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിന്. ഓക്കെ, അപ്പൊ അത് ഏകദേശം നമ്മൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നതിന്റെ റീസൺ ആണ്. അല്ലെങ്കിലും എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം ഇതുപോലുള്ള ഓരോ ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഞാൻ വരാറുണ്ട്, എല്ലാവർക്കും അറിയാതെ. അപ്പോ എന്തായാലും ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടുതലായിട്ട് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഇനി ആദ്യം പറയുന്നത് ആക്സലറേറ്റ് യുവർ കരിയർ വിത്ത് ആക്സിസ് ബാങ്ക് ആണ്. അപ്പൊ ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ആണ്, ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ആണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സർവീസ്, നമ്മൾ കോർപ്പറേറ്റ് ബാങ്കിങ്, അതുപോലെ തന്നെ പേഴ്സണൽ, ഇതിനൊക്കെ വേണ്ടിയിട്ട് പേഴ്സണൽ ആയിട്ടും കമ്പനികൾക്കും ഒക്കെ ഫിനാൻസ് കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ സർവീസ് കൊടുക്കുന്ന ഒരു ബാങ്കാണ് ആക്സിസ് ബാങ്ക്. ആക്സിസ് ബാങ്കിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി നമുക്ക് അറിയാം ആക്സിസ് ബാങ്കിനെ കുറിച്ച്. നമ്മുടെ വീട്ടിന്റെ അടുത്തൊക്കെ ഉള്ള ബാങ്ക് ആയിരിക്കും എന്ന് പറയുന്നത്.
ഇനി അതുപോലെ തന്നെ നമുക്ക് ആക്സിസ് ബാങ്കിന്റെ കുറെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അത് നമുക്ക് വലിയ കാര്യമില്ല, കാരണം ഓൾറെഡി നമുക്ക് അറിയുന്ന ഒരു സംഭവം ആയതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇവിടെ നമ്മള് ലേൺ ടു പെർഫോം ആൻഡ് എക്സൽ ഇവിടെ പറയും. ജോയിൻ 2 level higher. ജോയിൻ 2 level higher എന്ന് പറയുമ്പോൾ ഓൺ കോമ്പറ്റീഷൻ ദ പ്രോഗ്രാം ഓൺ ആക്സിസ് ബാങ്ക് ആസ് പ്രിയോറിറ്റി ബാങ്കിങ് റിലേഷൻഷിപ്പ് മാനേജർ അറ്റ് 2 level higher. ലേണിംഗ് ടു പെർഫോം എക്സൽ എന്നാണ് പറയുന്നത്. ഇവിടെ ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടില്ല, ഏൺ വൈ യു ലേൺ, ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. കാരണം നമ്മൾ പറഞ്ഞു, നമ്മൾ ജോലി സ്റ്റാർട്ട് ചെയ്തിട്ട് 3-ാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് സാലറി കിട്ടി തുടങ്ങും. ഓക്കെ, അപ്പൊ 5-ാമത്തെ മാസം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഏർണിംഗ് സ്റ്റൈപ്പൻഡ് ഫ്രം 3rd month ഓഫ് ട്രെയിനിങ്. നിങ്ങൾക്ക് എന്തായിരുന്നു 3-ാമത്തെ മാസം മുതൽ എന്തായിരുന്നു സ്റ്റൈപ്പൻഡ് പോലെ കിട്ടും. സ്റ്റൈപ്പൻഡ് കിട്ടും എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? സ്റ്റൈപ്പൻഡ് എന്ന് പറയുമ്പോൾ അത് ഈ 50,000 ആയിരിക്കില്ല, അത് നമുക്ക് ഒരു 15,000 to 20,000 ഒക്കെ ആയിരിക്കും സ്റ്റൈപ്പൻഡ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ പഠിക്കുന്ന സമയത്താണ് നമുക്കത് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആൻഡ് എ സാലറി ഫ്രം 5th month. സാലറി എത്രയായിരുന്നു? ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് 5-ാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് സാലറി കിട്ടും. ഒരു മാസം നിങ്ങൾക്ക് 50,000 രൂപയിൽ കൂടുതലായിട്ട് സാലറി ആയിട്ട് കിട്ടും. അപ്പൊ നല്ലൊരു പരിപാടിയല്ലേ, നല്ലൊരു പ്രോഗ്രാം ആണ് അല്ലെ? അപ്പൊ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രെയിനിങ് പീരീഡിൽ തന്നെ നിങ്ങൾക്ക് അത് റിക്കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്രയാണോ ഇതിനു വേണ്ടി ഫീ പേ ചെയ്തത് അത് ട്രെയിനിങ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതും അതിൽ കൂടുതലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് കുറച്ചുകൂടി നല്ലതാണ്, കാരണം 6.3 lakh per annum കിട്ടുന്ന ഒരു ജോലിയുടെ കാര്യമാണ് പറയുന്നത്. സാധാരണ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ജോലിക്ക് പോയി പഠിച്ച് എക്സാം എഴുതി ജയിച്ച് പിന്നീടാണ് പൈസ കിട്ടുക. ഇത് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ പൈസ കിട്ടുകയാണ്. സോ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് എന്തായിരുന്നു, അതിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇവർ തന്നെ ഒരുക്കി തരികയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ ആണുള്ളത്. ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്മുടെ അപ്ലിക്കേഷനിൽ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 299 രൂപയാണ് വരുന്നത്. GST ഉൾപ്പെടെ 299 രൂപയാണ് ഇതിന്റെ ഫീസ് വരുന്നത് കേട്ടോ. അപ്പൊ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ ചെയ്യാം നിങ്ങൾക്ക്. അപ്പൊ നിങ്ങളുടെ പേര് എന്താണ്, ഇമെയിൽ ID എന്താണ്, അതുപോലെ തന്നെ കോണ്ടാക്ട് നമ്പർ എന്താണ്, അതുപോലെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായിരുന്നു ഇത് കൃത്യമായിട്ട് എല്ലാം ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേര്, ഇമെയിൽ ID, ഫോൺ നമ്പർ, സ്റ്റേറ്റ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് ഇവിടെ നിങ്ങൾ അഗ്രി ഒക്കെ കൊടുത്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരു OTP നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. അപ്പൊ OTP മൊബൈലിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആ OTP റിസീവ് ചെയ്യുക. എന്നിട്ട് OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണ്, ഏത് സ്റ്റേറ്റ്, ഇപ്പൊ ആന്ധ്രാപ്രദേശ് ആണെങ്കിൽ ആന്ധ്രാപ്രദേശ് കൊടുക്കുക. എന്തെങ്കിലും റെഫറൽ കോഡ് ഉണ്ടോ? ഇപ്പൊ എനിക്കിപ്പോ റെഫറൽ കോഡ് ഒന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ റെഫറൽ കോഡ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. റെഫറൽ കോഡ് ഉണ്ടെങ്കിൽ റെഫറൽ കോഡ് കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട, റെഫറൽ കോഡ് ഇല്ലെങ്കിൽ അത്രയും വേണ്ട. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇനി പ്രൊക്കോഡ് ഓൺലൈൻ അസസ്മെന്റ്, അത് കഴിഞ്ഞ് നമുക്ക് എന്തായിരുന്നു ഒരു ഓൺലൈൻ അസസ്മെന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുമോ? ഇല്ല, നിങ്ങൾക്ക് അതൊരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ട്. കാരണം നമുക്ക് ഇത്രയും ട്രെയിനിങ്ങിന്റെ സമയത്ത് തന്നെ ഇത്രയും സാലറി തരുന്ന ഒരു ജോലിയാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിന് ചേരുന്നതിന് മുമ്പ് എന്തായിരുന്നു ഒരു ഓൺലൈൻ അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് സ്കിൽസ് മോണിറ്റർ ചെയ്യാണ് ഈ ഒരു ടെസ്റ്റിലൂടെ അല്ലെ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് പ്രധാനമായിട്ട് നമുക്ക് ആ ഒരു നിങ്ങളുടെ സ്കില്ല് എത്രയുണ്ട്, സ്കില്ല് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓൺലൈൻ അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓൺലൈൻ അസസ്മെന്റിലൂടെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഒരു കപ്പാസിറ്റി നിങ്ങൾ ഇതിൽ കൊണ്ടുവരിക, എന്നിട്ട് നിങ്ങൾ ചെയ്യുക, എന്നിട്ട് ആ ടെസ്റ്റ് നിങ്ങൾ പാസ്സാകുക. ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്തായിരുന്നു? അടുത്തത് കരിയർ 24/7 പാനൽ ഇന്റർവ്യൂ ആണ് വരുന്നത്. ഓക്കെ, കരിയർ 24/7 പാനൽ, നമ്മുടെ ഒരു പാനൽ അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാണ്. നിങ്ങൾ അസസ്മെന്റ് ടെസ്റ്റ് പാസ്സായാലാണ് ഇവിടെ ഇന്റർവ്യൂ വരുന്നത്. അപ്പൊ നമ്മൾ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യും. ഈ ഇന്റർവ്യൂവിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെയാണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഓൺലൈൻ ഒരു പേഴ്സണൽ നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളെ എങ്ങനെയാണ്, കാരണം നിങ്ങൾ ഇത്രയും വലിയൊരു പൊസിഷനിലേക്കാണ് പോകാൻ പോകുന്നത് അല്ലെ. ഒരു ബാങ്കിന്റെ ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയുന്ന തസ്തികയാണ് നിങ്ങൾ അലങ്കരിക്കുന്നത്. സോ നിങ്ങൾ അതിന് കാപ്പബിൾ ആണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. എന്നിട്ടാണ് നിങ്ങൾ ആക്സിസ് ബാങ്കിന്റെ ഇന്റർവ്യൂ പാനലിന് മുമ്പിൽ വിടുള്ളൂ. കാരണം അല്ലെങ്കിൽ നമുക്ക് കൂടി നാണക്കേടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ ഓൺലൈൻ ടെസ്റ്റ് ചെയ്ത്, ഓൺലൈൻ ടെസ്റ്റ് വലിയ ബുദ്ധിമുട്ടല്ല, കുറച്ച് എളുപ്പമുള്ള ടെസ്റ്റ് ആണ്. അപ്പൊ എന്തായിരുന്നു ഇവിടെ നമുക്ക് ഇന്റർവ്യൂവിന് പൊതുവെ ഈവൻ ലാംഗ്വേജ് നന്നായിട്ട് ഫ്ലുവന്റ് ആയിട്ട് അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു,
നമുക്ക് ഏറ്റവും വേണ്ട പ്രധാനപ്പെട്ട കാര്യം കോൺഫിഡൻസ് ആണ്. നമ്മൾ ഏതൊരു ഇന്റർവ്യൂവിനും നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പുറകെ വരുന്നതാണ് പറയുന്നത്. സോ കോൺഫിഡൻസ് ആണ് ഇവിടെ പ്രധാനമായിട്ട് വേണ്ടത്. അങ്ങനെ കോൺഫിഡൻസ് വെക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ എന്തായിരുന്നു, അത് കഴിഞ്ഞു. ഇനിയിപ്പോ കരിയർ ഇതിന്റെ ഇത് കഴിഞ്ഞതിന് ശേഷം എന്തായിരുന്നു, നമുക്ക് ആക്സിസ് ബാങ്കിന്റെ പാനൽ ഇന്റർവ്യൂ. നമ്മുടെ ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കിന്റെ എന്തായിരുന്നു, ബാങ്കിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പൊ ആ ഇന്റർവ്യൂവിൽ നിങ്ങൾ എന്തായിരുന്നു, നമ്മള് ഒരു ട്രെയിനിങ്, ശരിക്കും നമ്മുടെ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു ട്രെയിനിങ് പോലെയാണ് വരുന്നത്. ആക്സിസ് ബാങ്കിന്റെ പാനൽ ഇന്റർവ്യൂ ആണ് അടുത്ത് വരുന്നത്. അപ്പൊ ആക്സിസ് ബാങ്കിന്റെ പാനൽ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റർവ്യൂ ഓൾറെഡി ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് അല്ലെ, എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പോ ആ ഐഡിയ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആക്സിസ് ബാങ്കിന്റെ പാനൽ ഇന്റർവ്യൂ കുറച്ചുകൂടി എന്തായിരുന്നു, എളുപ്പമാവും. ഉറപ്പായിട്ടും കുറച്ചുകൂടി എളുപ്പമാവും ആക്സിസ് ബാങ്കിന്റെ പാനൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആക്സിസ് ബാങ്കിന്റെ പാനൽ ഇന്റർവ്യൂ നിങ്ങൾ ചെയ്യുകയാണ്. അങ്ങനെ ആക്സിസ് ബാങ്കിന്റെ പാനൽ ഇന്റർവ്യൂ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ അവിടുന്ന് സെലക്ട് ആവുകയാണെങ്കിൽ, ഓക്കെ, അവിടുന്ന് നിങ്ങൾ സെലക്ട് ആവുകയാണ്. അപ്പൊ ഇവിടെ ആക്സിസ് ബാങ്കിന്റെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, അത് ഫൈനൽ ആയിട്ടുള്ള നിങ്ങൾ ഈ ഒരു റോളിന് ഓക്കെ ആണോ, നിങ്ങൾ സ്യൂട്ട് ആണോ എന്നാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ഈ ഒരു ഇതിന് സ്യൂട്ട് ആണെങ്കിൽ എന്തായിരുന്നു, ഉറപ്പായിട്ടും സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു, നിങ്ങൾക്ക് ഏകദേശം ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടിയതുപോലെ തന്നെയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ എന്തായിരുന്നു, ഈ ഒരു ഇന്റർവ്യൂ കൂടി പാസ്സായി കഴിഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നതാണ്. ദി സെലക്ടഡ് കാൻഡിഡേറ്റ് വിൽ ബി ഇഷ്യൂഡ്, ഇവിടെ നമുക്ക് എന്തായിരുന്നു, ഒരു പ്രൊവിൻഷ്യൽ ഓഫർ ലെറ്റർ കിട്ടും. ആക്സിസ് ബാങ്കിൽ നിന്നും ഒരു ഓഫർ ലെറ്റർ കിട്ടും. ഓൺ കംപ്ലീഷൻ ഓഫ് ദ അഡ്മിഷൻ ഫോർമാലിറ്റീസ് ആൻഡ് ഫീ പേയ്മെന്റ്, ഓക്കെ, ദി സെലക്ടഡ് കാൻഡിഡേറ്റ് ഷാൽ ബി എൻറോൾഡ് ഫോർ ദി പ്രോഗ്രാം. അതായത് ഓഫർ ലെറ്റർ കിട്ടുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഡ്മിഷൻ, അതായത് കരിയർ 24/7 ബാങ്കിങ് പ്രോഗ്രാമിന്റെ അഡ്മിഷൻ നിങ്ങൾ എടുത്ത് അതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കംപ്ലീറ്റ് ആക്കി നിങ്ങൾ ഫീയും കൂടി അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരുന്നു, ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ എൻറോൾ ആയി. എന്നിട്ട് 3 മാസം മുതൽ നമ്മൾ പറഞ്ഞു സ്റ്റൈപ്പൻഡ് കിട്ടി തുടങ്ങും. 5ാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് എന്തായിരുന്നു, സാലറിയും കിട്ടി തുടങ്ങും. അതാണ് 5ാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് സാലറിയും കിട്ടി തുടങ്ങുവാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഫീ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതിന്റെ ഫീ പേയ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ് ഫീ പേയ്മെന്റ്, അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ ഇത്രയും ഫീ പേയ്മെന്റ് ഉണ്ടോ എന്ന് വിചാരിക്കും. നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് സാലറിയും കൂടിയാണ് തരുന്നത്. ഓക്കെ, സാലറിയും കൂടിയുള്ള, അതുകൊണ്ടാണ് ഇത്രയും പേയ്മെന്റ് വരുന്നത് കേട്ടോ. അപ്പൊ സാലറിയും കൂടി നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഈ ഒരു പേയ്മെന്റ് സ്വാഭാവികമായിട്ട് വരുന്നതിൽ ഇപ്പോ യാതൊരു എന്താ പറയാ അത്ഭുതം ഒന്നും തോന്നേണ്ടതില്ല. അപ്പൊ ഇത് പക്ഷെ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാം കേട്ടോ, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാം. അതായത് നിങ്ങൾ എൻറോൾ ചെയ്യുന്ന സമയത്ത് 25,000 പ്ലസ് GST അടച്ചാൽ മതി. അതായത് ഓഫർ ലെറ്റർ കിട്ടുന്ന സമയത്ത് നിങ്ങൾ 25,000 പ്ലസ് GST. നമ്മളിപ്പോ ഒരു സാധാരണ ഒരു കോഴ്സിന് ചേരുമ്പോൾ തന്നെ 10,000-15,000 രൂപയും ചേരുന്നവരുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനി ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എന്തായിരുന്നു, നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അടക്കണം. 1 ലക്ഷം രൂപയും പ്ലസ് GSTയും ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണ് അടയ്ക്കേണ്ടത്. 2ാമത്തെ ഇൻസ്റ്റാൾമെന്റ് 1 ലക്ഷം പ്ലസ് GST എന്തായിരുന്നു, നിങ്ങൾ ക്യാമ്പസ് ടെന്യൂർ കഴിയുന്നതിന് മുമ്പ് അടച്ചാൽ മതി. അതായത് നിങ്ങൾക്ക് എന്തായിരുന്നു, ആ ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് അടച്ചാൽ മതി. അപ്പോഴേക്കും നിങ്ങൾക്ക് സാലറി ഒക്കെ കിട്ടി തുടങ്ങും. 5ാമത്തെ മാസം മുതൽ തന്നെ നിങ്ങൾക്ക് സാലറി കിട്ടി തുടങ്ങും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ എന്തായിരുന്നു, EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. EMI ഓപ്ഷൻ അവൈലബിൾ ആണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് EMI ഓപ്ഷൻ അവൈലബിൾ ആവുന്നത്, എൻറോൾമെന്റ് ഫീ എന്ന് പറയുന്നത് 25,000 രൂപ പ്ലസ് GST ആണ്. ലോൺ അവൈൽ ഫോർ ബാലൻസ് ഫീ പേയ്മെന്റ്, അതായത് ബാലൻസ് 2 ലക്ഷം പ്ലസ് GSTക്കാണ്. ബാലൻസ് 2 ലക്ഷം പ്ലസ് GSTയും എന്തായിരുന്നു നമുക്ക് ഇതായിട്ട് കിട്ടും. ഓക്കെ, 2 ലക്ഷം പ്ലസ് GST നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി EMI ആയിട്ട് കിട്ടും. EMI ആയി കിട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ സാലറി കിട്ടുമ്പോൾ അടച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ 13% റേറ്റ് ഉണ്ടാവും കേട്ടോ, ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് ഇത്രയും വെറുതെ തരില്ലല്ലോ, 13% ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. ഈ പേ EMI ആഫ്റ്റർ യു സ്റ്റാർട്ട് ഏർണിംഗ് സാലറി. നിങ്ങൾക്ക് സാലറി കിട്ടുമ്പോൾ EMI അടച്ചാൽ മതി. അപ്പൊ ആദ്യം നിങ്ങൾക്ക് 25,000 രൂപ മാത്രം അടച്ചാൽ മതി. സാലറി കിട്ടുമ്പോൾ നിങ്ങൾക്ക് EMI അടച്ച് തുടങ്ങിയാൽ മതി. അതാണ് പറയുന്നത്. അത് കുറച്ച് ഭയങ്കര ഗുണമുള്ള ഒരു കാര്യമാണ് അല്ലെ. സാലറി കിട്ടുന്ന സമയത്ത് എന്തായിരുന്നു, നിങ്ങൾക്ക്
EMI ആയിട്ട് അടച്ചാൽ മതി. അപ്പൊ 25,000 രൂപ നിങ്ങൾ എടുക്കാൻ റെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പാക്കേജിൽ ഒരു ജോലിയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇത് നല്ലൊരു ഓപ്ഷൻ ആണ്. അപ്പൊ ഈ ഒരു ഇതിലേക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്മളൊരു ലിങ്ക് കൊടുത്തേക്കാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തേക്കുക. അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ പറയും കേട്ടോ. അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.